പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസ്പ 2 എന്ന ഈ പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഷക്കൈന ചാനൽ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന മിസ്പ 2 എന്ന ഈ പ്രോഗ്രാമിൽ കേരള ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ വിപത്തുകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന 3-4 അതിഗൗരവമേറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സന്ദേശമാണിത്. കേരള ക്രൈസ്തവ സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. കേരള സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഈ കേരള സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഉളവാക്കാനും നൂറ്റാണ്ടുകളായി ഈ കേരളക്കരയിൽ ക്രൈസ്തവ സമൂഹം വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് പള്ളിയിൽ പറഞ്ഞാൽ പോരെ, കൺവെൻഷനിൽ പറഞ്ഞാൽ പോരെ, ഇത് ടി വിയിൽ കൂടെ പറയണമോ എന്ന് ചിലർക്ക് ഒരു സന്ദേഹമുണ്ടാകാം. ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇത് ദേവാലയത്തിൽ പറയണമോ, അതോ ഇത് മറ്റൊരു ആത്മീയ സന്ദേശത്തിൻ്റെ കൂടെ പറയണമോ, അതോ ടെലിവിഷനിലൂടെ പൊതുജനങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമോ എന്ന്. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ രഹസ്യമായി പറയേണ്ട ഒരു കാര്യമല്ല. ഒരു കാര്യം നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിഷയമാണ്. ഒരു ഡിനോമിനേഷൻ്റെ മാത്രം വിഷയമല്ല. ഇത് കത്തോലിക്ക സമൂഹത്തിൻ്റെ മാത്രം വിഷയമല്ല. ഇത് കത്തോലിക്ക പള്ളികളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യവുമല്ല. ഈ കേരളത്തിലുള്ള മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും കൂടെ ഒരു വിഷയമാണിത്. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് അറിയണം, ഈ കാര്യത്തെക്കുറിച്ച് അടിയന്തര ശ്രദ്ധ പതിക്കണം. അതുകൊണ്ട് ഇത് പൊതുവായി ചർച്ച ചെയ്യപ്പെടണം. അതുകൊണ്ട് കേരള ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ ഡിനോമിനേഷനെയും, അതുപോലെ ഈ ഒരു കാര്യത്തിൽ താല്പര്യമുള്ള ഈ കേരളത്തിലെ മുഴുവൻ നല്ല മനസ്സുള്ളവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രത്യേകം ഒന്നും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് സഭയുടെ ഒരു ഔദ്യോഗിക സ്വരമായി നിങ്ങൾ കാണരുത്. ഇത് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ഒരു വൈദികൻ എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ ബോധ്യങ്ങളാണ് ഈ ചർച്ചയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ കേരള സമൂഹത്തിൽ ഇത്രയും കാലം ഏതാണ്ട് 3-4 പതിറ്റാണ്ട് ജീവിച്ച ഈ സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള ചലനങ്ങളും അന്തർധാരകളും അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒബ്സർവേഷനാണ് ഈ സമയത്ത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഈ കേരള സമൂഹത്തെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരള ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഒരു വലിയ വിശാലമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മൾ കാണാൻ. അതിനകത്ത് കാത്തലിക്സ് ഉണ്ട്, ജക്കോബൈറ്റ്സ് ഉണ്ട്, അതിനകത്ത് CSI സഭാ സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, അതിനകത്ത് വിവിധ ഡിനോമിനേഷനിലുള്ള ധാരാളം ക്രൈസ്തവരുണ്ട്. എല്ലാ ക്രൈസ്തവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ആ ഒരു ലേബലിൽ എല്ലാവരും ക്രൈസ്തവർ എന്നാണ് അറിയപ്പെടുന്നത്. 2001 KC സക്കറിയ എന്ന ഒരു ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ CDSലെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തിരുവനന്തപുരം, അവിടെയുള്ള വളരെ പ്രമുഖനായ ഒരു ജനസംഖ്യാ ശാസ്ത്രജ്ഞനാണ് KC സക്കറിയ. അദ്ദേഹം 2001 കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഫ് നമുക്ക് നൽകുകയുണ്ടായി. അതിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിംഗ് പേപ്പറുണ്ട്. ആ 59 പേജുള്ളതിൽ 29ാമത്തെ പേജിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. കാത്തലിക്സ് 2001 കണക്ക് പ്രകാരം 33 ലക്ഷത്തോളം വരും കേരളത്തിൽ. ജക്കോബൈറ്റ്സ് യാക്കോബ സഭപ്പെട്ടവർ 16 ലക്ഷത്തോളം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സിറിയൻ മാർത്തോമ ക്രിസ്ത്യാനികൾ 4.8 ലക്ഷം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSIക്കാർ ഏതാണ്ട് 3.5 ലക്ഷം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.
മറ്റ് ഡിമോനോ പിന്നെ 0.5 അങ്ങനെ താഴ്ത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏതാണ്ട് 60 ലക്ഷത്തോളം വരുന്ന സമൂഹമായിരുന്നു 2001. ഇപ്പോൾ അത് കുറച്ചും കൂടെ കൂടി കാണും, ഒരു 70 ലക്ഷമോ 80 ലക്ഷമൊക്കെ ആയിട്ടുണ്ടാകും. എന്തായാലും 2001 കണക്കനുസരിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് 60 ലക്ഷത്തോളം വരുന്ന ഒരു സമൂഹമാണ്. ഇത്രയും വലിയൊരു സമൂഹമാണ് കേരള സമൂഹത്തിലെ ക്രൈസ്തവ വിഭാഗം. ഇതിൽ വിവിധ ഡിനോമിനേഷൻ, ഈ എല്ലാ ഡിനോമിനേഷനും ചേർന്ന് ക്രൈസ്തവ വിഭാഗത്തിന് അവരുടേതായ പ്രശ്നങ്ങൾ ഈ കേരള സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിൽ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ അതിപ്രധാനമായ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് ദ ലോവസ്റ്റ് ബർത്ത് റേറ്റ്. 1901 തൊട്ട് 1930 വരെ ഏതാണ്ട് 10-30 വർഷം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ബർത്ത് റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമായിരുന്നു. അവിടെ നിങ്ങോട്ട് പോകുന്ന ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ആ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ബർത്ത് റേറ്റ് ഉള്ളത് ക്രൈസ്തവ സമൂഹമായിരുന്നു. അന്ന് ഓരോ കുടുംബത്തിൽ 10-12 മക്കൾ. അവിടെ വലിയൊരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം, വലിയ ബലിഷ്ഠമായ കുടുംബങ്ങൾ, ആരോഗ്യമുള്ളത്, വലിയ നന്മ നിറഞ്ഞ കുടുംബങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പോയി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ബർത്ത് റേറ്റുള്ള ഒരു സമൂഹമായി കേരള ക്രൈസ്തവ സമൂഹം മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ കേരളത്തിലെ ജനസംഖ്യ കണക്ക് നോക്കുകയാണെങ്കിൽ, സെൻസസ് എടുത്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ വ്യത്യാസം. 1951 തൊട്ട് 2011 വരെ കേരളത്തിലെ ക്രൈസ്തവരുടെ വളർച്ചാ നിരക്ക്, ജനസംഖ്യ വളർച്ചാ നിരക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1951 20.86% കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ കണക്ക്. അതായത് 1947 സ്വാതന്ത്ര്യം പ്രാപിച്ച് 1951 കേരള സംസ്ഥാനം രൂപപ്പെടുത്തുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമൂഹമായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. ഹൈന്ദവ സമൂഹം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമൂഹമായിരുന്നു കേരള ക്രൈസ്തവ സമൂഹം. പിന്നീട് 1961 ആയപ്പോഴേക്കും 21.22% ഉയർന്നു. 1971 ആയപ്പം 21.5% കുറഞ്ഞു. 1981 ആയപ്പം 20.56% കുറഞ്ഞു. 1991 ആയപ്പം 19.32% കുറഞ്ഞു. 2001 ആയപ്പോൾ 19.22% കുറഞ്ഞു. 2011 ആയപ്പോൾ 18.38% കുറഞ്ഞു. ജനസംഖ്യ ലെവൽ കുത്തനെ ഇടിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2021 ആയപ്പോഴേക്കും മിക്കവാറും വീണ്ടും കുറഞ്ഞത് 16%, 17% ഒക്കെ ആയിട്ട് വീണ്ടും കുറഞ്ഞിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അടുത്ത സെൻസസ് വരുമ്പോൾ നമുക്കറിയാം ഇത് വീണ്ടും കുത്തനെ താഴ്ത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. അതായത് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് കേരളത്തിലെ സമൂഹങ്ങൾ ഏറ്റവും വലിയ 2ാമത്തെ സമൂഹമായി നിന്നിരുന്ന ക്രൈസ്തവ സമൂഹം അതിൻ്റെ ജനസംഖ്യ ലെവൽ താഴ്ത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. ലോവസ്റ്റ് ഫെർട്ടിലിറ്റി ടൈംസ് ഓഫ് ഇന്ത്യയിൽ 2017 ഒരു സ്റ്റഡി കൊടുത്തിരുന്നു. ആ സ്റ്റഡിയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നത്, ദ ഫെർട്ടിലിറ്റി റേറ്റ് എമംഗ് ക്രിസ്ത്യൻസ് ഹാവ് കം ഡൗൺ ടു 1 per couple which was over 2.5 about 3 decades ago. 3 പതിറ്റാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് 2.5 ആയിരുന്ന ഫെർട്ടിലിറ്റി റേറ്റ് 2017 കണക്കിൽ ആ സമയത്ത് പറയുകയാണ് 1 per couple. ഒരു കുടുംബത്തിൽ ഒരു ദമ്പതിക്ക് ഒരു കുട്ടി എന്ന ലെവലിലേക്ക് ഫെർട്ടിലിറ്റി റേറ്റ് കുത്തനെ താന്നു പോന്നു. The population share of the community will remain steady only if the fertility rate is above 2 per couple. ഒരു ദമ്പതിക്ക്, ഒരു കുടുംബത്തിൽ, കപ്പിളിന് 2 കുട്ടികളിൽ അധികം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിറ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ, നിലനിൽക്കാൻ കഴിയുള്ളൂ. ആ സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കപ്പിളിന് 1 കുട്ടി വെച്ച് നേരെ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചില കുടുംബത്തിൽ 4 കുട്ടികളുണ്ടല്ലോ, ചില കുടുംബത്തിൽ 8 കുട്ടികളുണ്ടല്ലോ, ചില കുടുംബത്തിൽ 6 കുട്ടികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒട്ടനവധി കുടുംബങ്ങളിൽ, കല്യാണം കഴിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ, 10-16% കുടുംബങ്ങളിൽ മക്കൾ ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി, മക്കളില്ലാത്ത കുടുംബങ്ങൾ.
കല്യാണം നടക്കാത്ത ഒത്തിരി പേര്, ഒരുപാട് മേഖലകൾ. അപ്പം അതുകൊണ്ട് ഈ ഉള്ള മക്കൾ ആവറേജ് എടുക്കുമ്പോൾ കപ്പിളിന് ഒരു കുട്ടി എന്ന ലെവലിലാണ് കേരളത്തിൽ ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ കുഞ്ഞുങ്ങളുള്ളത്. ഒരു സമൂഹത്തിന് നിലനിൽപ്പിന് സാധ്യമല്ല. ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് ഭൂമുഖത്തു നിന്നും അനേകം ജനതകൾ, സംസ്കാരങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഒരു ജനതയോ ഒരു സംസ്കാരമോ നിലനിൽക്കണമെങ്കിൽ, തൽസ്ഥിതിയിലെങ്കിലും തുടരണമെങ്കിൽ 2.11 എന്ന ജനന നിരക്ക് ഓരോ കുടുംബത്തിലും നിലനിർത്തണം എന്നത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1.9 എന്ന ജനന നിരക്ക് ഇല്ലാത്ത സമൂഹങ്ങളുടെ തിരിച്ചുവരവ് ദുഷ്കരമാണ്. എന്നാൽ ജനന നിരക്ക് 1.3 പിന്നീട് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ജനനനിരക്ക് 1.9 താഴെയാണ്. ഫ്രാൻസ് 1.8, ഇംഗ്ലണ്ട് 1.6, ഗ്രീസ് 1.3, ജർമ്മനി 1.3, ഇറ്റലി 1.2, സ്പെയിൻ 1.1. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവരുടെ ജനനനിരക്ക് 1 എത്തി നിൽക്കുന്നു എന്ന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയ ഇരുദയരാജന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ജനത, ഒരു വിശ്വാസം, ഒരു സംസ്കാരം ഇവിടെ നിന്നും അപ്രത്യക്ഷമായേക്കാവുന്ന വിധം അപകടകരമായ നിലയിലാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ജനസംഖ്യാശാസ്ത്രജ്ഞന്മാരുടെ മുന്നറിയിപ്പ് ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കപ്പിളിന് 2.11 എന്നൊരു റേഷ്യോയിൽ എന്നൊരു അവസ്ഥയിലാണ് ആ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ സമൂഹം റിവേഴ്സ് ഓർഡറിലാണ്. അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അറ്റ്ലീസ്റ്റ് 3 കുട്ടികൾ, ഒരു കുടുംബത്തിൽ 3 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിലേ ഇന്നത്തെ നിലയിൽ സമൂഹം നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവറേജ് കണക്ക് 1 പെർ കപ്പിൾ. ഒരു കപ്പിളിന്, ഒരു കുടുംബത്തിന് ഒരു കുട്ടി എന്ന നിലയിലുള്ള ആവറേജ് റേഷ്യോയെ നമുക്കിന്നുള്ളൂ. ഇത് കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണിത്. ഇതിനെക്കുറിച്ച് ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് 2018 ലഭ്യമായിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണത്. തിരുവനന്തപുരം കേന്ദ്രമാക്കി കേരളത്തിൽ നടത്തിയ പഠനത്തിൽ ഈ ഒരു ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറഞ്ഞ എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും ലോവസ്റ്റ്, അത് മറ്റ് മേജർ സമൂഹത്തിൽ ഏറ്റവും കുറവ് ജനനനിരക്ക് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണ്. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ 14.31% ബർത്ത് റേറ്റ്. ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, 100 കുട്ടികൾ ജനിച്ചാൽ 14 കുട്ടികൾ ക്രിസ്ത്യൻസ്. ഇത്രയേ ഉള്ളൂ. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തീരെ അപര്യാപ്തമായ ഒരു ഫെർട്ടിലിറ്റി റേറ്റാണ് ഇന്ന് കേരള ക്രൈസ്തവ സമൂഹത്തിലുള്ളത്. ഇത് കുടുംബങ്ങൾ ഗൗരവത്തിലെടുക്കണം. ഒരു 4-5 കുട്ടികൾ, കാരണം മക്കളില്ലാത്ത ഒത്തിരി ദമ്പതികളുണ്ട്. അതുകൊണ്ട് ഒരു ആവറേജ് റേഷ്യോ നിൽക്കണമെങ്കിൽ 4, 5, 6 കുട്ടികൾ വെച്ച് ഓരോ ദമ്പതികളും ഓരോ കുടുംബത്തിലും സ്വീകരിച്ചാലേ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഈ കേരളത്തിൽ ഇനി സാധ്യമാവുകയുള്ളൂ. അതുപോലത്തെ അപകടകരമായൊരു സ്ഥിതിയിൽ നാം എത്തി നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് KC സക്കറിയ, CDSലെ, തിരുവനന്തപുരം CDSലെ ജനസംഖ്യാ ശാസ്ത്രജ്ഞനായ KC സക്കറിയ, അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ അദ്ദേഹം 2001 നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുമ്പ്, 19 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമുക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ബട്ട് ദ ഇഫക്റ്റ് ഓഫ് പാസ്റ്റ് ട്രെൻഡ്സ് of fertility and mortality rate would become very apparent on the size and structure of the population. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ സ്ട്രക്ചറിലും, അത് ജനസംഖ്യയിലെ സ്ട്രക്ചറിൻ്റെ സൈസിൻ്റെയും കാര്യത്തിൽ ഇത് വളരെ ക്ലിയർ ആകാൻ പോവുകയാണ്. There is a very strong possibility that the Syrian Christian community would enter the ZPG regime, zero population growth. ZPG, സീറോ പോപ്പുലേഷൻ ഗ്രോത്ത്, ആ ഒരു കാറ്റഗറിയിലേക്ക് ഈ സമൂഹം പ്രവേശിക്കാൻ പോവുകയാണ്. ഓർ NPG regime, നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത്, വിതിൻ എ മാറ്റർ ഓഫ് എ ഡെക്കേഡ് ഓർ 2.
1 2 പതിറ്റാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരു പതിറ്റാണ്ട് അല്ലെങ്കിൽ 20 വർഷങ്ങൾക്കുള്ളിൽ ഈ സമൂഹത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഘടന മാറും, ഇതിൻ്റെ സ്ട്രക്ചർ മാറും, ഇതിൻ്റെ സൈസ് കുറയും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിത്ത് വെരി ലോ ഫെർട്ടിലിറ്റി ആൻഡ് ഇൻബ്രീഡിംഗ് ഹാബിറ്റ്സ് ദ സിറിയൻ ക്രിസ്ത്യൻസ് കുഡ് എക്സ്പീരിയൻസ് ദ പാഴ്സി സിൻഡ്രം. എന്താ പാഴ്സി സിൻഡ്രം? പാഴ്സി സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രത്യേക വിഭാഗമാണ് പാഴ്സികൾ. ആ വിഭാഗം കുറഞ്ഞ് ഇന്ത്യയിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യൻസ് പാഴ്സി സിൻഡ്രത്തിൻ്റെ ആ ഒരു കാറ്റഗറി, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് 2001 20 വർഷങ്ങൾക്ക് മുമ്പ് 19 വർഷങ്ങൾക്ക് മുമ്പ് KC സക്കറിയ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അപകടകരമായ സ്ഥിതിയിലാണ് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ കുടുംബങ്ങൾ ജീവന് വേണ്ടി തുറക്കണം. സമൂഹം നിലനിൽക്കണമെങ്കിൽ മക്കളെ കുടുംബങ്ങളിൽ സ്വീകരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് ആനി കുഴിക്കാട്ടിൽ പിതാവ് തൻ്റെ അജഗണങ്ങൾ കൊടുത്ത മുന്നറിയിപ്പ് കേരള ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ ഒരു മുന്നറിയിപ്പായി സ്വീകരിക്കാവുന്നതാണ്. ഇടുക്കി രൂപതാമെത്രാനായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് 2016 തൻ്റെ രൂപതയിലെ ദൈവജനത്തിനായി നൽകിയ സർക്കുലറിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ കുടുംബങ്ങളിൽ സ്വീകരിക്കപ്പെടേണ്ട, ശുശ്രൂഷിക്കപ്പെടേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട ജീവിതങ്ങൾ തിരസ്കരിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുവാൻ ആവില്ല. നമ്മുടെ പൂർവികർ കുടിയേറ്റത്തിൻ്റെ ദുരിതങ്ങളിലും ദാരിദ്ര്യത്തിലും ചികിത്സാ സൗകര്യങ്ങളോ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും ഒരു ജീവനെ പോലും ഗുണമോ എണ്ണമോ നോക്കി തിരസ്കരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തില്ല. ദൈവവിശ്വാസത്തിലും ദൈവാശ്രയ ബോധത്തിലും അടിയുറച്ചവരായിരുന്നതിനാൽ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും എന്ന ബോധ്യത്തോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സംരക്ഷിച്ചു. എന്നാൽ ഇന്ന് ഭൗതിക നേട്ടങ്ങളും സുഖ സൗകര്യങ്ങളും വർദ്ധിക്കുകയും ദൈവാശ്രയബോധവും വിശ്വാസവും ക്ഷയിക്കുകയും ചെയ്തപ്പോൾ ദൈവദാനമായ ജീവൻ ഒരു ഭാരമായി കരുതി തിരസ്കരിക്കപ്പെടുന്നു. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. ശിശുക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി ഭാവിയുടെ വാഗ്ദാനങ്ങളായും കരുതി സ്വീകരിക്കേണ്ടതിനു പകരം തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും മക്കൾ തടസ്സമാകുമെന്ന് ഭയന്ന് ജീവനെ നശിപ്പിച്ച എത്രയോ മാതാപിതാക്കൾ ഇന്ന് ദുരിതം പേറി ദുഃഖിതരായി കഴിയുന്നു. തൻ്റെ ഇടയലേഖനത്തിൽ പിതാവ് ഇങ്ങനെ തുടരുന്നു: ജനപ്പെരുപ്പം നിയന്ത്രിക്കണമെന്നും ജനസംഖ്യ വർദ്ധിച്ചാൽ അപകടമാണെന്നും പഠിപ്പിക്കുവാൻ പലരും ഉത്സാഹിക്കുന്നു. എന്നാൽ പ്രകൃതിയിൽ കാട്ടുപന്നിയോ തെരുവ് നായ്ക്കളോ വന്യമൃഗങ്ങളോ വർദ്ധിച്ചാൽ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തമായി ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കണമെന്ന് വാദിക്കുന്നവർ ഓർക്കണം, തങ്ങളും ജനസംഖ്യയുടെ ഭാഗമാണെന്ന്. ജനസംഖ്യയുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷം ഇവിടെ മറ്റാരും ജനിക്കരുത്, വളരരുത് എന്ന് പറയുന്നവർ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ആൾരൂപങ്ങളാവുകയാണ്. പുതിയൊരു ജീവൻ സ്വീകരിക്കപ്പെടുന്നത് തടയാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അവകാശമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനസംഖ്യാ ലെവലിൽ കുറഞ്ഞ് അതായത് ഈ സമൂഹം വളരെ ശോഷിച്ച് വരുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഈ സമൂഹം നേരിടേണ്ടി വരും. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ എല്ലാ മണ്ഡലങ്ങളിലും ഈ സമൂഹത്തിന് ഇതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഈ സമൂഹം നിലനിൽക്കാൻ കുടുംബങ്ങൾ ജീവന് വേണ്ടി തുറക്കണം. മറ്റ് സമൂഹങ്ങളും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തുറവിയുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ഒരു സമൂഹം ഇവിടെ നിന്ന് അസ്തമിക്കുന്നത് മറ്റ് സമൂഹങ്ങൾക്ക് ഗുണകരമല്ല. ഇതെല്ലാം ഒരു എക്സിസ്റ്റൻസ് ഈസ് എക്സിസ്റ്റൻസ്. ഒരുമിച്ച് വളരുന്നതാണ് സമൂഹത്തിൻ്റെ ബലം. അതുകൊണ്ട് അടിയന്തരമായി കേരള ക്രൈസ്തവ സമൂഹത്തിലെ കുടുംബങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്: കുടുംബം ജീവന് വേണ്ടി തുറക്കണം, മക്കളെ സ്വീകരിക്കണം. ഈ കാര്യം പറയുമ്പോൾ ഇത് വർഗീയതയായോ ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയായോ ചിത്രീകരിക്കുന്നത് നല്ലതല്ല. പറയാൻ പ്രേരണ കിട്ടുന്നവർ പറയാൻ മടിക്കുകയും ചെയ്യരുത്. ഈ കാര്യം എല്ലാ കുടുംബങ്ങളിലും എല്ലാ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി, കേരളത്തിലെ
ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഡിവോഴ്സ് ആൻഡ് സെപ്പറേറ്റഡ് വിമൻ എമംഗ് ക്രിസ്ത്യൻസ്. ടൈംസ് ഓഫ് ഇന്ത്യ ഒരു സെൻസസിൻ്റെ റിസൾട്ട് അവരുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എമംഗ് ക്രിസ്ത്യൻസ് ആൻഡ് ബുദ്ധിസ്റ്റ് the combined rate of separation and divorce is 16.6 and 17.6, almost 50% more than Hindus and Muslims. 16.6% ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ഫാമിലീസ്. വളരെ വലിയൊരു വലിയൊരു നമ്പറാണിത്. 16.6%. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും കുടുംബങ്ങൾ ദുർബലപ്പെടുകയാണ്. അത്രയും കുടുംബങ്ങളിൽ ദുഃഖം തളം കെട്ടി കിടക്കുകയാണ്. അവരുടെ പാരൻസ്, അവരോട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എത്രയോ ക്ലേശവും ബുദ്ധിമുട്ടും നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയാണ് ആ കുടുംബങ്ങൾ കടന്നു പോകുന്നത്. ഇനി അടുത്ത വലിയൊരു പ്രശ്നമാണ്, മൂന്നാമത്തെ നമ്മുടെ പ്രശ്നമാണ് ലേറ്റ് മാരേജ്. കേരള ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വലിയ വിപത്താണ് ലേറ്റ് മാരേജ്. വളരെ വൈകി വിവാഹം കഴിക്കുന്ന ആ ഒരു പ്രതിഭാസം ഇന്ന് കേരള ക്രൈസ്തവ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഇതിനെക്കുറിച്ച് താമരശ്ശേരി രൂപതയിലെ അസംബ്ലി എന്ന് പറഞ്ഞാൽ പ്രത്യേക റെയർ ഒക്കേഷൻസിൽ കൂടുന്നതാണ് ഈ അസംബ്ലി. ആ അസംബ്ലി പഠനം നടത്തി ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഇവിടെ കൊടുത്തു. ആ സ്റ്റഡി അടിസ്ഥാനപ്പെടുത്തി രൂപതയിൽ ഒരു സർക്കുലർ വരികയുണ്ടായി. എപ്പാർക്കിയൽ അസംബ്ലിക്ക് ശേഷം 2017 താമരശ്ശേരി രൂപത ഇറക്കിയ സർക്കുലറിൽ കേരള ക്രൈസ്തവ സഭയിലെ യുവജനങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്, വിവാഹപ്രായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. യുവജനങ്ങളുടെ വിവാഹപ്രായത്തെക്കുറിച്ച് അസംബ്ലി നിർദ്ദേശിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി എടുത്തു പറയുന്നു. വിവാഹിതരാകുന്നതിന് 21 വയസ്സ് പുരുഷനും 18 വയസ്സ് സ്ത്രീക്കും എന്ന നമ്മുടെ നാടിന്റെ നിയമത്തെ സഭ സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതും മനുഷ്യന്റെ ശാരീരികവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്താണ്. നമ്മുടെ യുവജനങ്ങൾ വിവാഹിതരാകുന്നത് ആൺകുട്ടികൾ ശരാശരി 28 വയസ്സിലും പെൺകുട്ടികൾ 25 വയസ്സിലുമാണ് എന്ന വസ്തുതയെ അസംബ്ലി ഗൗരവത്തോടെയാണ് വിലയിരുത്തിയത്. ഇപ്രകാരം താരതമ്യേന വൈകിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നത് ദമ്പതികളുടെ ബന്ധത്തിലും മക്കളുടെ ജനനത്തിലും വളർച്ചയിലും കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിപരീത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഭാവി സുരക്ഷിതമാക്കിയിട്ട് വിവാഹിതരാകാം എന്ന ചിന്തയിൽ നിന്ന് മാറി വിവാഹം കഴിച്ച് രണ്ടുപേരും ഒരുമിച്ച് ഭാവി കെട്ടിപ്പടുക്കാം എന്ന മുൻ തലമുറകളുടെ പാരമ്പര്യത്തിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നമ്മൾ തിരികെ പോകണമെന്ന് അസംബ്ലി ആഗ്രഹിക്കുന്നു. വിവാഹം നീട്ടിവെക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ 30 വയസ്സിന് ശേഷവും വിവാഹം കഴിക്കാത്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ താമരശ്ശേരി രൂപതയുടെ സർക്കുലർ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ആൺകുട്ടികൾ 25 വയസ്സിന് മുൻപും പെൺകുട്ടികൾ 23 വയസ്സിന് മുൻപും വിവാഹിതരാകണമെന്ന അസംബ്ലിയുടെ തീരുമാനം താമരശ്ശേരി രൂപതയിൽ ഒരു നിയമമായി തന്നെ സ്വീകരിക്കണമെന്ന് എപ്പാർക്കിയൽ അസംബ്ലി ശുപാർശ ചെയ്യുന്നു. വിവാഹിതരായതിനു ശേഷം പഠനവും ജോലിയും തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് നമുക്ക് ചുറ്റുമുള്ള പൊതുസമൂഹത്തിലേക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുമെന്നും ഇക്കാര്യത്തിൽ മാതാപിതാക്കളും യുവജനങ്ങളും പ്രത്യേകമായി സഹകരിക്കണമെന്നും താമരശ്ശേരി രൂപതയുടെ സർക്കുലർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താമരശ്ശേരി രൂപതയുടെ അസംബ്ലി നടത്തിയ ആ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. കാരണം കേരള ക്രൈസ്തവർക്കിടയിൽ വളരെ വൈകിയുള്ള കല്യാണം, 22 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ്, ഇങ്ങനെ വളരെ വൈകിയുള്ള കല്യാണം ഇന്ന് ഒരു പൊതുവായ ഒരു കോമൺ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ചില ചർച്ചകളൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ ഒരു നിരീക്ഷണം നടത്തിയത് എന്നെ വളരെ ടച്ച് ചെയ്തു. ആ സഹോദരൻ പറയുകയാണ്, നിങ്ങളുടെ സമൂഹത്തിൽ വിവാഹം നടക്കാതിരിക്കുന്നതും നിങ്ങളുടെ സമൂഹത്തിൽ മക്കളുണ്ടാകാതിരിക്കുന്നതിനും 2-3 റീസൺസ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അദ്ദേഹം പങ്കുവെച്ചു. അദ്ദേഹം പറയുന്നത്, ഒന്നാമതായി നിങ്ങൾ ജോബ് ഓറിയൻറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ
ജോലിക്കാണ് പ്രാധാന്യം, കുടുംബത്തിനോ മക്കൾക്കോ അല്ല ക്രിസ്തീയ കുടുംബങ്ങളിൽ പ്രാധാന്യം. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടീനെ നല്ല കുടുംബജീവിതം എടുക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തലമുറകളെക്കുറിച്ചും കുടുംബവും മക്കളും തലമുറകളും അല്ല ക്രിസ്തീയ കുടുംബത്തിൽ പ്രധാനപ്പെട്ടത് പ്രാധാന്യം കൊടുക്കുന്നത്. ജോബ്, നല്ല ജോലി, നല്ല ശമ്പളം, വലിയ വലിയ കാര്യങ്ങൾ, ഇതാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന മുഖ്യ ചിന്ത. രണ്ടാമത് സ്റ്റഡി ഓറിയൻറ്റഡ്. നന്നായി പഠിക്കണം, ഡിഗ്രി എടുക്കണം, PhD എടുക്കണം, അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ പഠനം അങ്ങനെ പോയി ഒരുപാട് ലേറ്റ് ആകുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രദേശത്ത് സന്ദർശനം നടത്തിയപ്പോൾ അവിടെ ഒരു സംഭാഷണത്തിൽ വന്ന ആ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അവിടെ ഒരു സഹോദരി, അവർ രണ്ട് കുട്ടികൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചു. ഒന്ന് ക്രൈസ്തവ കുടുംബത്തിൽ നിന്നൊരു കുട്ടിയും ഒരു കുട്ടി വേറൊരു സമുദായത്തിൽപ്പെട്ടൊരു കുട്ടിയും. ഈ രണ്ട് കുട്ടികൾ ഒരുമിച്ച് പഠിച്ചു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് രണ്ടുപേരും. അങ്ങനെ പഠിച്ചു. അങ്ങനെ ക്രൈസ്തവ കുട്ടി പഠിച്ചു, പിന്നെ ഡിഗ്രി എടുത്തു, പോയി PhD എടുത്തു, പിന്നെ വേറൊരു ഡിഗ്രി എടുത്തു, വേറെ യൂറോപ്പിൽ പോയി ഡിഗ്രി എടുത്തു. അങ്ങനെ പല ഡിഗ്രി എടുത്ത് പോവുകയാണ്. അപ്പോൾ ആ കുട്ടി പറയാണ്, ആ കുട്ടിയുടെ അനുഭവം പറയാണ്, ഈ കുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടി കല്യാണം കഴിഞ്ഞ് അതിൻ്റെ മൂത്ത കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഈ ക്രൈസ്തവ കുടുംബത്തിലുള്ള കുട്ടിയുടെ കല്യാണം ഇതുവരെയും നടന്നിട്ടില്ല. കാരണം സ്റ്റഡി ഓറിയൻറ്റഡ് ആണ്. പഠിച്ച് അങ്ങോട്ട് പോവുകയാണ്. 30 വയസ്സായാലും 40 വയസ്സായാലും 45 വയസ്സായാലും കുടുംബം, വിവാഹം, മക്കൾ, തലമുറ, ഈ ഒരു കാര്യം മുഖ്യ വിഷയമായിട്ട് മനസ്സിലേക്ക് കയറുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുസ്ലിം സഹോദരൻ വീണ്ടും പറഞ്ഞ മറ്റൊരു പോയിന്റ് ഇതാണ്: മണി ഓറിയൻറ്റഡ്, വെൽത്ത് ഓറിയൻറ്റഡ്, സമ്പത്ത് കേന്ദ്രീകൃതമായ ചിന്തയാണ്. പഠിക്കണം, ജോലി കിട്ടണം, സമ്പത്തുണ്ടാക്കണം, വീട് വെക്കണം, സെറ്റിൽഡ് ആകണം, അതിന് ശേഷം മതി കല്യാണം. എല്ലാം വെൽ സെറ്റിൽഡ് ആയിട്ട് മതി കല്യാണം എന്ന് ഒരുപാട് ക്രൈസ്തവ യുവാക്കളെ ഗ്രസിക്കുന്ന ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു 3 കാര്യം, ജോബ് ഓറിയൻറ്റഡ്, സ്റ്റഡി ഓറിയൻറ്റഡ്, പിന്നെ വെൽത്ത് ഓറിയൻറ്റഡ്, സമ്പത്തിനെ കേന്ദ്രീകരിച്ചുള്ളത്, വെൽ സെറ്റിൽഡ് ആയിട്ട് മതി, വീടായിട്ട് സമ്പത്തായിട്ട് മതി, കടമൊക്കെ വീട്ടിയിട്ട് മതി, ഇങ്ങനെയുള്ള ചിന്ത, ഇത് നീട്ടി ഒരുപാട് പ്രായമായി ലേറ്റായിട്ട് കല്യാണം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. തലമുറകളിൽ മക്കളില്ലാത്ത അല്ലെങ്കിൽ വളരെ ശോഷിച്ച തലമുറകൾക്ക് കാരണമാകാൻ ഇത് നിമിത്തമായി തീരുമെന്ന് ദൈവമക്കളെ അറിയണം. അതുകൊണ്ട് നമ്മുടെ കുടുംബം, അതാണ് താമരശ്ശേരി അസംബ്ലി പ്രത്യേകം നിരീക്ഷിച്ചത്. കുടുംബമൊക്കെ പിന്നീട് നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ സ്റ്റഡി മുമ്പോട്ട് കൊണ്ടാകാമല്ലോ. അതുപോലെ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് ഒരുമിച്ച് അപ്പോൾ ഏർലി മാരേജ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു ഏർലി മാരേജിന് തക്ക വിധത്തിൽ, അത് കാരണം അവരുടെ മാനസിക ശാരീരിക എല്ലാ പ്രതിഭാസങ്ങളെ നോക്കി അതിൻ്റെയൊക്കെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ് ഗവൺമെൻറ് അങ്ങനത്തെ ഒരു നിയമം നമുക്ക് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ തലമുറകളുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. ഏർലി മാരേജ് 127 സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുലിഖിതം, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. എന്താ അതിൻ്റെ അർത്ഥം? യൗവനത്തിൽ ജനിക്കുന്ന മക്കളാണ് ഊർജ്ജസ്വലത, പ്രസരിപ്പ്, ആരോഗ്യം, സന്തോഷം, എന്തു കാര്യം റിസ്ക് എടുക്കാനുള്ള തൻ്റെ ഇടം, മാനസിക ബലം, ഇതൊക്കെയുള്ള നല്ല ഒരു പുതിയ തലമുറ, ആരോഗ്യമുള്ള പുതിയ തലമുറ ഉണ്ടാകാൻ നേരത്തെ വിവാഹങ്ങൾ നടക്കണം. യൗവനത്തിൽ മക്കൾ ജനിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ജെറമ്യായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വലിയൊരു കൽപ്പന കൊടുക്കുകയാണ്. വിവാഹം കഴിക്കുക. അതായത് ഞാനപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ നാച്ചുറലായിട്ട് നടക്കേണ്ട കാര്യമല്ല. ദൈവവചനത്തിൽ ഇതിന് ഇമ്പോർട്ടൻസ്, ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? എന്നാൽ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. തലമുറകൾ കഴിയും തോറും, കാലഘട്ടങ്ങൾ നീങ്ങും തോറും വിവാഹം, കുടുംബം, തലമുറ, മക്കൾ, ഇതിനോട് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസം ലോകത്തിൽ പ്രബലമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്: നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്ക് മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ധാരാളം മക്കളെ കുടുംബത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾ മക്കളെ ജനിക്കണം. ആ മക്കളെ നിങ്ങൾ അവരുടെ സമയമാകുമ്പോൾ തന്നെ അവരെ വേഗം കെട്ടിക്കണം. അത് നിങ്ങൾ ജോലി കിട്ടട്ടെ, കടം വീട്ടട്ടെ എന്നിട്ടാകട്ടെന്ന് വിചാരിക്കരുത്.
ജോലി കിട്ടി, കടം വീട്ടി, എല്ലാം സെറ്റിൽഡായി, വീട്ടിലെ ലോണൊക്കെ അടച്ചതിന് ശേഷം കെട്ടിക്കാം, അങ്ങനെ ചിന്തിക്കരുത്. എത്ര നേരത്തെ വിവാഹം ചെയ്യാമോ അത്രയും നേരത്തെ. കാരണം തലമുറകളുടെ സുരക്ഷിതത്തിന് ബലിഷ്ഠമായ തലമുറകളുണ്ടാകാൻ അത് ആവശ്യമാണ്. ഏർലി മാരേജ്, ലേറ്റ് മാരേജ് അത് കുടുംബത്തെയും തലമുറകളെയും വളരെ വിപരീതമായി ബാധിക്കും. നമ്മുടെ ഏതാനും അതായത് 10-30 വർഷം അല്ലെങ്കിൽ 40 വർഷം നമ്മുടെ ഈ കേരളക്കരയിൽ കുടുംബങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇന്ന് ഈ സമൂഹം അന്യം നിന്ന് പോകുമാറ് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കപ്പിളിന് ഒരു കുട്ടി എന്ന നിലയിൽ ഒരു സമൂഹത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ, ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. ഇന്ന് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് കുടുംബങ്ങളിൽ നമ്മൾ കല്യാണങ്ങൾ നടക്കണം. മക്കളുണ്ടാകുമ്പോൾ മക്കളെ അവരെ സമയത്ത് കല്യാണം നടത്തണം. അങ്ങനെ കുടുംബത്തിനും മക്കൾക്കും തലമുറകൾക്കും സമൂഹത്തിനും പ്രാധാന്യം കൊടുത്തുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളുടെ ചിന്താ മണ്ഡലങ്ങളിലും രൂപപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. വീണ്ടും ദൈവത്തിൻ്റെ വചനം ദിനവൃത്താന്തത്തിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു രാജാവിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ്റെ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള വിവരണമാണത്. ഒരു വലിയ വിദ്യാഭ്യാസവും വലിയ സ്ഥാനവും വലിയ രാജ്യത്ത് ഉന്നതമായ ഒരു സ്ഥിതിയിലിരിക്കുന്നൊരു കുടുംബമാണത്. പക്ഷേ മക്കളെ സ്വീകരിക്കുന്നതിൽ അവർക്ക് നാണക്കേടില്ല. ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാൻ്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. ഹേമാനെ ഉന്നതനാക്കുന്നതിന് ദൈവം അവന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. അത് ദൈവം എന്തിനാണ് കുടുംബത്തിലേക്ക് മക്കളെ അയക്കുന്നത്? ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് സ്വത്ത് ഉണ്ടാക്കിയിട്ട് ആ സ്വത്തൊക്കെ ശരിയായിട്ട് മക്കളെ സ്വീകരിക്കാമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തെ ബലിഷ്ഠമാക്കുന്നതിന്, ഹേമാനെ ഉന്നതനാക്കുന്നതിന് കർത്താവ് മക്കളെ നൽകി ആ കുടുംബത്തെ ബലിഷ്ഠമാക്കുകയാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് കർത്താവ് അവന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം ബലിഷ്ഠമാക്കാൻ ഇത് മക്കൾ ജനിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4-ാമത്തെ മേജർ ഇഷ്യൂ ആണ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് മൈഗ്രേഷൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ നേരിടുന്ന സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. 2016 തന്നെ ഈ ഒരു കാര്യത്തെ ഇന്ത്യയിലെ ഒരു ദേശീയ പത്രം റിപ്പോർട്ട് ചെയ്യുണ്ടായി. ദ ഹിന്ദു എന്ന പത്രം അതിനെ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്: ക്രിസ്ത്യൻസ് മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ബട്ട് ഹയസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് സർവേ റിസൾട്ട്. ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസത്തിനും അവരുടെ തലമുറകളെ നല്ല വിധത്തിൽ എല്ലാ വിധത്തിലും പഠിപ്പിക്കുന്നതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷേ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഈ സമൂഹം വളരെയധികം തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഗുരുതരമായി നേരിടുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു സർവേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് PLFS, ഇന്ത്യയുടെ ഒരു പ്രധാന ഒരു കമ്മിറ്റിയാണത്. അതായത് തൊഴിലില്ലായ്മയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഭാഗത്തിൽ ആ ഒരു ആനുവൽ റിപ്പോർട്ട് അത് കൊടുക്കുകയുണ്ടായി. 2017-2018 PLFSൻ്റെ ആനുവൽ റിപ്പോർട്ടാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതിനാണ് റൂറൽ മെയിൽ, ഗ്രാമങ്ങളിലെ പുരുഷന്മാരുടെ ഇടയിൽ ഹിന്ദുസ് 5.7%, ഇസ്ലാം 6.7%, ക്രിസ്ത്യൻസ് 6.9%. റൂറൽ ഫീമെയിൽ, ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ ഹിന്ദുസ് 3.5%, ഇസ്ലാം 5.7%, ക്രിസ്ത്യൻ 8.8%. വളരെയധികം കൂടുതൽ തൊഴിലില്ലായ്മ പ്രശ്നം ഗ്രാമങ്ങളിൽ ക്രിസ്തീയ സമൂഹം നേരിടുകയാണ്. ഇനി അർബൻ മെയിൽ, അതായത് പട്ടണങ്ങളിലുള്ള പുരുഷന്മാർ, ഹിന്ദുസ് 6.9% തൊഴിലില്ലായ്മ നേരിടുന്നു, ഇസ്ലാം 7.5%, ക്രിസ്ത്യൻസ് 8.9%. അർബൻ ഫീമെയിൽ, പട്ടണങ്ങളിൽ സ്ത്രീകൾ, ഹിന്ദുസ് 10%, ഇസ്ലാം 14%, ക്രിസ്ത്യൻസ് 15.6%. എല്ലാ വിധത്തിലും തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏറ്റവും അധികം പേര് തൊഴിലില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്?
ഇതിൻ്റെ റിസൾട്ട് ഇവർ തൊഴിലില്ലാത്തതുകൊണ്ട് ഇവർ തൊഴിൽ തേടി അനേക രാജ്യങ്ങളിലേക്ക് അലഞ്ഞു തിരിയേണ്ട സ്ഥിതിയാണുള്ളത്. ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുകയുണ്ടായി. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആർക്കാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തൊഴിലില്ലായ്മ ആരെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്ന ചോദ്യത്തിന് ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി നൽകിയ റിപ്പോർട്ട് അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പത്രങ്ങളിൽ വന്ന വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അമംഗ് ക്രിസ്ത്യൻ മെൻ ഹയസ്റ്റ് ഗവൺമെൻറ്. ക്രൈസ്തവരുടെ ഇടയിൽ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് ശ്രീ പ്രസൂൺ ബാനർജിയുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ മുക്താർ അബ്ബാസ് നഖ്വി PLFS റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ക്രൈസ്തവരുടെ ഇടയിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയെക്കുറിച്ച് അറിയിച്ചത്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിലില്ലായ്മയുടെ കണക്ക് അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചു. ഈ കണക്കുകൾ അനുസരിച്ച് ഇന്ന് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ക്രൈസ്തവ സമൂഹങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തൊഴിലില്ലായ്മ കാരണമാണ് ഒത്തിരി പേര് തൊഴിൽ തേടി കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കാനഡ, ഓസ്ട്രേലിയ, എല്ലാ ഭാഗത്തേക്കും ഇവർ കുടിയേറി പാർക്കാൻ ഇടവന്നത് ഈ തൊഴിലില്ലായ്മ കാരണമാണ്. ഒരുപാട് പേര് പ്രവാസികളായി പോയത്. ഇത് ഇവിടുത്തെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ ആ സംഖ്യ വളരെയധികം ശോഷിപ്പിച്ച് കളഞ്ഞു. ഈ വിഷയങ്ങളെല്ലാം കണക്കിലെടുത്താണ് 2019 ഒക്ടോബറിൽ ചങ്ങനാശ്ശേരി പിതാവ്, അഭിമന്യ പെരുന്തോട്ടം പിതാവ് ഒരു സർക്കുലറിലൂടെ തൻ്റെ അജപാലനത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന വിശ്വാസികളെ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്. പിതാവ് ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി: കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ദുരവസ്ഥകളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കുകയും ഉചിതമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അടിയന്തര ആവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത് അടിയന്തര ആവശ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും സത്വര ശ്രദ്ധ ഇതിലേക്ക് പതിയണം. അവസാനമായി ഒരു 3-4 നിർദ്ദേശങ്ങളാണ് അച്ഛന് പ്രത്യേകമായി നൽകാനുള്ളത്. ഒന്ന്, ഐക്യം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരാവശ്യമാണ്. ക്രൈസ്തവ സമൂഹങ്ങൾ ഐക്യത്തിലേക്ക് കയറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിവിധ ക്രൈസ്തവ സഭകൾ ഐക്യത്തിൽ, നേതൃത്വങ്ങൾ ഒന്നിച്ച്, സമൂഹങ്ങൾ ഒന്നിച്ച് ഐക്യത്തിൽ ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയും ഇവിടെ നല്ല ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടിയും ഐക്യത്തിലേക്ക് കടന്നു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏർലി മാരേജ്. കുടുംബങ്ങളിൽ സമയത്ത് തന്നെ കല്യാണം നടക്കണം. 21 വയസ്സിന് 25 വയസ്സിനുള്ളിൽ നമ്മുടെ യുവതി യുവാക്കന്മാരെ വിവാഹത്തിനൊരുക്കി അവരെ നല്ല വിധത്തിൽ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ അവരെ പ്രാപ്തരാക്കണം. അതിനുവേണ്ടി നല്ല പരിശീലനങ്ങൾ, നല്ല പ്രചോദനങ്ങൾ, നല്ല പ്രോത്സാഹനങ്ങൾ കുടുംബത്തിൽ കൊടുക്കണം. തലമുറകൾക്കും മക്കൾക്കും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കുടുംബം രൂപപ്പെടുത്താൻ നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ ഒരുക്കണം. മൂന്നാമതായി, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കാലത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് പ്രവാസികളായി പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ നാട്ടിലും സാധിക്കുന്നവർ ഇവിടുത്തെ ജോലികളിൽ പ്രവേശിക്കണം. ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കണം. അതിൽ നിന്ന് മാറി നിൽക്കരുത്. സംവരണത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമുക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി, ഗവൺമെൻറ് ജോലിക്ക്, സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ശമ്പളം, ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വരുമാനം അല്ലെങ്കിൽ ഉപജീവനമാർഗം. അതുപോലെ തന്നെ ഈ നാടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മളും കൂടെ പങ്കാളിയാവുകയാണ്. അതുകൊണ്ട് ആ ഒരു വലിയ കാര്യത്തിൽ നമ്മുടെയും പങ്കാളിത്തം ഉണ്ടാകണം. സർക്കാർ ജോലികൾക്ക് വേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടി നല്ല ഒരു തുറവി യുവജനങ്ങൾക്കുണ്ടാകാൻ വേണ്ടി കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം. നാലാമതായി, നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കളെ സ്വീകരിക്കണം. യൗവനത്തിൽ തന്നെ വിവാഹം നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ തയ്യാറാകണം. ധാരാളം മക്കളുണ്ടാകും, ബലിഷ്ഠമായ കുടുംബം, ധാരാളം മക്കളുള്ള കുടുംബം, ബലിഷ്ഠമായ കുടുംബം. തലമുറകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു 6-7 മക്കളെങ്കിലും ഉണ്ടെങ്കിലേ ഈ കേരള ക്രൈസ്തവ സമൂഹത്തിന് സമീപകാലത്ത്, വരും കാലങ്ങളിൽ ഇനി ഈ നാട്ടിൽ ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ധാരാളം മക്കളെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുന്ന നമ്മുടെ ആദ്യകാല പൂർവികരുടെ ആ ഒരു ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.